ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൻ. ഇന്ന് ഞാൻ കപ്പയും കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അതാ അപ്പം ഫസ്റ്റ് ഞാൻ കഞ്ഞി വെക്കുകയാണ്. അതിന് വേണ്ടി വെള്ളം വെച്ചിട്ട് നല്ല കുത്തരി കൊണ്ടാണ് കഞ്ഞി വെക്കുന്നത്. അപ്പോൾ ഇത് അരി കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരട്ടെ. അപ്പോഴേക്കും കപ്പ പുഴുക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനൊരു കുക്കറിലേക്ക് കപ്പ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി അതിലേക്ക് മുങ്ങുന്ന തരത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് പതപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളം മാറ്റണം. അപ്പോൾ വെള്ളമൊന്ന് പതച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലെ വെള്ളമൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിലടിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, എന്നാലും ഇതിൽ വേവുന്ന തരത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഞാനിത് അടച്ച് വെക്കുകയാണ്. എന്നിട്ടൊരു 3-5 വിസിലടിയുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്കൊന്ന് കഞ്ഞി നോക്കാം. കഞ്ഞിൻ്റെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു തേങ്ങേൻ്റെ പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുകയാണ്. ഇനി ഇത് കുടിക്കുമ്പോൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ട് കഴിക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് വന്നാൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച കഞ്ഞി നല്ല ടേസ്റ്റാണ്. ഉച്ച സമയത്ത് ആർക്കും ചൂടായതുകൊണ്ട് ചോറ് വേണ്ട, അന്നേരം കഞ്ഞിയും കപ്പയും ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി കപ്പൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തേങ്ങയുടെ പകുതി, പിന്നെ ഒരു കഷ്ണം സവാള, ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 3-4 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതുക്കി എടുക്കുകയാണ്. അരച്ചിട്ട് എടുക്കണ്ട, നന്നായിട്ട് അരഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടില്ല, നന്നായിട്ട് അരച്ചെടുക്കരുത്, അന്നേരം ഈ കിഴങ്ങ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോഴേക്കും കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല കിഴങ്ങാണ് കിട്ടിയത്. ഇനി ഞാൻ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കപ്പ ഇതുപോലെ ഉണ്ടാക്കിയാൽ. അപ്പോൾ തേങ്ങ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ആക്കുന്നുണ്ട്. നന്നായിട്ട് റെഡി ആയിട്ടില്ലേ, നല്ല പേസ്റ്റ് പോലെയുണ്ട് കിഴങ്ങ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കിഴങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഞ്ഞിയും ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റിയതാണ്.
അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചൂട് സമയത്ത് ചോറൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ കഞ്ഞിയും കപ്പയും ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.